ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിച്ചൺ വ്ളോഗ് എടുക്കാമെന്ന് കരുതിയേ. അപ്പം ഇന്നലെ ഞാൻ എത്തിയതേ ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന്. ബ്രദർ ഹോസ്പിറ്റലായിരുന്നു ആക്സിഡൻ്റായിട്ട്. അപ്പോൾ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. അപ്പം കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഇതേ ഇപ്പോൾ കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. കിച്ചണിൽ കുറച്ച് ക്ലീനിങ്ങും ഉണ്ട്, പാചകമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു വ്ളോഗാക്കി അങ്ങ് ഇടാമെന്ന്. കുറേ ദിവസമായി ഷോർട്സും വീഡിയോസും എല്ലാം എടുത്തിട്ട്. അങ്ങനെ ആദ്യമേ ചോറിന് റൈസ് കുക്കറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ചോറിന് വെള്ളം വെച്ചു, അരി ഇട്ടു തിളയ്ക്കുന്നു. അങ്ങനെ അത് റൈസ് കുക്കറിൽ കൊണ്ട് ഇറക്കി വെച്ചു. അങ്ങനെ ഇത് ക്ലീനിങ് കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി, എന്നാലും പൊടി പിടിച്ചിരിക്കുമായിരുന്നു അറിയാം. പിന്നെ തുണിയൊക്കെ വേഗം വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് ഏട്ടൻ മീൻ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് അയില കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് അയിലായിരുന്നു. ഇഷ്ടമാണോ അയില എല്ലാവർക്കും? ഇവിടെ അയില അത്ര ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞങ്ങളെല്ലാവരും കഴിക്കും. വറുത്തിട്ടാണ് കൂടുതൽ ഇഷ്ടമായില്ല. നല്ല കുരുമുളക് ഇട്ട് ഞങ്ങൾ വറുക്കാറുണ്ടായില്ല. അങ്ങനെ വറുത്ത് കഴിക്കും. പിന്നെ മുളകിടും. തേങ്ങ അരച്ച് അങ്ങനെ അയില വെക്കാറില്ല. നല്ല അയിലയായിരുന്നു, കണ്ടില്ലേ? നല്ല സൂപ്പർ അയിലയായിരുന്നു. അപ്പം ഞാനതെ പിടിച്ച് കുറേ ഗോഷ്ടിയൊക്കെ കളിക്കുക, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ എന്തൊക്കെയോ ഗോഷ്ടി കളിക്കുവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. പിന്നെ ആരും എടുത്തു തരാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ സ്വയം എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളാണ് കേട്ടോ. ഒരാഗ്രഹം, അത്രയേ ഉള്ളൂ. അങ്ങനെ അതേ അയിലയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് നന്നായി കഴുകിയൊക്കെ എടുത്ത്. ഇതെൻ്റെ പുതിയ ലൈറ്ററാണ് കേട്ടോ, ഗ്യാസിൻ്റെ. കുറേ ദിവസമായി പഴയ ലൈറ്ററും ഞാനും മൽപ്പിടുത്തത്തിലായിരുന്നു, കത്തത്തില്ലായിരുന്നു. എന്താ അറിയില്ല, ഇപ്പോൾ ഇതെനിക്ക് കുറേ ഞാൻ മറന്നുപോയി എപ്പോഴും വാങ്ങാൻ പറയാൻ. അപ്പോൾ ഇതേ പുതിയ ലൈറ്റർ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഈ ചാർജ് ചെയ്യുന്ന ലൈറ്റർ കേട്ടോ. അങ്ങനെ കറിക്ക് വേണ്ട സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ അരിഞ്ഞ് വെച്ച് ആദ്യം തന്നെ. അതൊക്കെ നന്നായിട്ട് അരിഞ്ഞങ്ങ് വെച്ചു. പിന്നെ ഞാൻ ചട്ടിയിലാണ് കേട്ടോ കറി വയ്ക്കാറ്. നിങ്ങളെങ്ങനെയാണ് വയ്ക്കാറ്? ചട്ടിയിലാണോ? ചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മമ്മയൊക്കെ ഈ ചട്ടിയിലാണ് കറി വെച്ച് കാണാറ്. അപ്പം ഞാനും ഈ മൺചട്ടിയിലാണ് വയ്ക്കാറ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട്, പിന്നെ അതേ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഞാൻ ഒരുമിച്ച് അങ്ങിട്ട് വഴറ്റുക കേട്ടോ ചെയ്യാറ്. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി. ചിലർ തക്കാളി ഇടത്തില്ല, പക്ഷെ ഞാൻ തക്കാളി ഇടും. ഞങ്ങൾ കോഴിക്കോട് തക്കാളി ഇടാറുണ്ട്. അപ്പം ഞാൻ തക്കാളി ഇടാറുണ്ട്. അതുപോലെ കോഴിക്കോട് വാളംപുളി ഉപയോഗിക്കാറ്. ഇവിടെ അവർ കുടംപുളിയാണ് ഉപയോഗിക്കാറ്. പക്ഷേ എനിക്ക് കുടംപുളി എന്തോ പോലെ തോന്നുമ്പോൾ ഞാൻ വാളംപുളി ഉപയോഗിക്കും. ഇപ്പോൾ ഏട്ടനും അത് ശീലമായി അങ്ങനെ ഉപയോഗിച്ചിട്ട്. അങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇതേ വാളംപുളിയുടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്ത് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി. പിന്നെ അത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീനൊക്കെ ഇടുന്നത്. നന്നായിട്ട് തിളച്ച് ഒരു എരിവിൻ്റെ കുത്തലൊക്കെ അങ്ങ് മാറുമ്പം അപ്പോഴാണ് കേട്ടോ മീനിടാറ്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കുറേ നേരം തിളപ്പിച്ച് നന്നായിട്ടിടും. പിന്നെ അതിലേക്ക് മീനിടും. ഇങ്ങനെ മീനൊക്കെ ഇട്ട് ദേ കറി തിളച്ച് വരുന്നു. മീനിട്ടതിന് ശേഷം നന്നായിട്ട് മീൻ വേവിച്ച് തിളപ്പിച്ചെടുക്കും. ദേ കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് ഞങ്ങളുടെ മീൻകറി. ഇങ്ങനെയാണ് ഞാൻ മീൻ മുളകിടാറ്. പിന്നെ കറിവേപ്പിലില്ലാത്ത കറിയില്ല എനിക്ക്. അങ്ങനെ ദേ 2 കറിവേപ്പില മുറ്റത്തുണ്ടായിരുന്നു, പറിച്ചുകൊണ്ട് വന്നതാട്ടോ. അതിട്ടു. പിന്നെ കുറച്ച് അയില വറുക്കാൻ വേണ്ടി വെച്ചായിരുന്നു. അങ്ങനെ ദേ വറുത്തെടുക്കുവാണ്. അയില വറുത്തത് കൂട്ടി ചോറുണ്ട്, നല്ല ടേസ്റ്റാണ് ചൂടോടെ. അങ്ങനെ അതിൻ്റെ കൂടെ പിന്നെ ഞാൻ വെജിറ്റബിൾ ഒന്നും ഇല്ലായിരുന്നേ. വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റൽ. അതുകൊണ്ട് ഇപ്പോൾ കിഴങ്ങുണ്ടായിരുന്നു, കിഴങ്ങും സവാളയും കൂടി ഒരു തോരൻ വെച്ച്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ജസ്റ്റ് ഏട്ടൻ്റെ കൂടെ ഞങ്ങളൊന്ന് പുറത്തുപോയി. ട്രെൻഡ്സ് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് കുറച്ച് എന്തെങ്കിലും നോക്കിയിട്ട്, അവിടെ ഓഫർ ഉണ്ടാവും ട്രെൻഡ്സിൽ. അപ്പം ഓഫറിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ ട്രെൻഡ്സ് വരെ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ